ചേച്ചി നമസ്കാരം. പങ്കജ. സുരേഷ് ഗോപി വിജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു? 100% നല്ല പോളിങ്ങോട് കൂടിയിട്ട് ആള് ജയിക്കും, ഉറപ്പ്, അതിന് സംശയമില്ല. ചേച്ചി, ഇപ്പോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുണ്ടല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതിൽ തട്ടിപ്പിനിരയായിട്ടുള്ള പാവപ്പെട്ട ആളുകളെ സഹായിച്ചു എന്ന് തോന്നുന്നു. അവിടെ അവരിതുവരെ സഹായിക്കണ്ട. അപ്പൊ പാവങ്ങൾക്ക് പെൻഷനും കൂടി ഇല്ലാണ്ടിരിക്കണത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലേ, എന്തിനാ ആ സർക്കാർ അങ്ങോട്ട് ഇല്ലാണ്ടായാ മതി, അത്രയ്ക്കേ ഞങ്ങക്ക് പ്രതീക്ഷയുള്ളൂ. അല്ല പിന്നെ പറയാണ്ട, അപ്പൊ എല്ലാവരും അതല്ല പറയണത്. ചെയ്യില്ല, അതെങ്ങനെ വോട്ട് ചെയ്യാ? സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും, അവർക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യില്ല. വലിയൊരു നെഗറ്റീവാണോ ഇടതുപക്ഷത്തിന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്? അതിന് സംശയമില്ല. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം അത് എങ്ങനെ ബാധിക്കും? ബാധിക്കില്ലല്ലോ. ബാധിക്കില്ല. പക്ഷേ ബിജെപിനെ തോൽപ്പിക്കുന്ന ആൾ മുന്നിലല്ലേ, നിയമത്തെ തോൽപ്പിച്ചില്ലേ ബിജെപി? അന്നത്തെ സ്ഥിതിയിലൊന്ന് ഇന്ന് പത്മജ ബിജെപിയിലേക്ക് വന്നുകൊണ്ട് കെ മുരളീധരനെ ഇവിടെ ഒരു തുറപ്പിച്ചിട്ടായിട്ട് വെച്ചു നോക്കല്ലോ. അതിൽ പ്രധാനമന്ത്രി ആൾക്കാരെ മുരളീധരനെ തോൽപ്പിക്കും, പിന്നെ പേടിക്കാൻ സംശയമില്ല. പക്ഷേ ഈ മുരളീധരനെ തോൽപ്പിക്കും എന്ന് പറയുന്ന സമയത്ത് ഈ വോട്ട് ഇടതുപക്ഷത്തിനോ ഗുണം ചെയ്യും. പക്ഷെ എങ്കിലും സുരേഷ് ഗോപിയുടെ ധൈര്യം ജയിക്കും. ന്യൂനപക്ഷ വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടാൻ സാധ്യത. ന്യൂനപക്ഷ വോട്ട് മാത്രമല്ല, ബി ജെ പിക്ക് വോട്ട് ചെയ്യും. കേരളത്തില് ഉറപ്പാണല്ലോ, അവര് നിരന്തരമായിട്ട് ഉറപ്പാണല്ലോ. കേരളത്തില് തൃശ്ശൂർ സീറ്റ് ബിജെപി ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആർക്കും സംശയം? ഇവിടെ ഇടതുപക്ഷം പോലും സമ്മതിച്ചൊരു കാര്യമാണത്. ഇവിടെ ബിജെപി തൃശ്ശൂരിൽ ജയിക്കുന്നുള്ളത്. മുസ്ലിംസ് ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് പറയുമ്പോഴേ കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു വാർഡ് ബി ജെ പി ഭരിക്കുന്നു? ഒരുപാട് ബി ജെ പി കേരളത്തില് അത് ഇവിടെ ജനങ്ങള് ഉള്ള വളർച്ച വളരെ കുറവാണ്. ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ CPM ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുക. CPM കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി അവർക്ക് ചില തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ CAA തന്നെ കുറിച്ച് സംസാരിച്ചെന്താ, ഇവിടുത്തെ മുസ്ലിംകാരെ രണ്ടാം തര പൗരമായിട്ട് കാണാനുള്ള. അതിൽ ഏതെങ്കിലും വിവരമുള്ള മനുഷ്യന്മാർക്ക് വിശ്വസിക്കും അത് CAA കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ മുസ്ലിംസിൽ രണ്ടാം തര പൗരന്മാരാവുന്നുള്ളത്? ഒന്നാമത് കേരളത്തിൽ നടപ്പാക്കലായിരുന്നു ഈ CAA വിഷയം. ഇടതുപക്ഷവും വലതുപക്ഷവും വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. CPM ഇപ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം ധർണ തുടങ്ങുന്നുണ്ടെന്നുള്ള പ്രസ്താവനയൊക്കെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. ഇതൊക്കെ മുസ്ലിം സമൂഹത്തെ കൂടുതൽ കാര്യം ചോദിച്ചോട്ടെ. ഈ CAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എന്തായാലും റോളുള്ളത്? ഒരു മുഖ്യമന്ത്രിക്ക് എന്തായാലും റോളുള്ളത്? ഇത് യൂണിയൻ ഗവൺമെന്റ് തീരുമാനിക്കുന്നു, അത് നടപ്പാക്കുന്നു, നിയമം നടപ്പാക്കുന്നു. എല്ലാ നിയമങ്ങളും നടപ്പാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്രം പിരിച്ചുവിടും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ മുഖ്യമന്ത്രിമാരുടെ വളുവളത്തിൽ വർത്താനം പറയുന്നത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ മുഖ്യമന്ത്രി ഇത്ര വലിയൊരു മണ്ടനാന്നുള്ള ജനങ്ങൾ അറിയുന്നില്ല. അല്ലേ? നമ്മളെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ വട്ടം 1 ലക്ഷത്തിന് മുകളിൽ വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. 3ാം സ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപി. ഈ വട്ടം അത് നേടിയെടുക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് നേടിയെടുക്കാൻ പറ്റും. സംഘടനാ പ്രവർത്തനം ആ തലത്തിൽ, ബൂത്ത് തലത്തിൽ ബിജെപിയുടെ യുവമോർച്ചയുടെ ഞാൻ പറയുന്നത് ഒരു BJP എന്നുള്ള നിലയ്ക്കല്ല. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വലിയ വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ജനങ്ങൾക്കറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ആ ജനങ്ങളുടെ ഒരു ലക്ഷ്യമാണ് സുരേഷ് ഗോപി ജയിക്കണം എന്നുള്ളത്. സേവന പ്രവർത്തനങ്ങൾ മാത്രം എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സേവാഭാരതി കേരളം മുഴുവൻ സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും BJP ജയിക്കണ്ട. സേവാഭാരതി ഇവിടുത്തെ സേവനപ്രവർത്തനം ഒരു വോട്ട് ലക്ഷ്യം വെച്ചോണ്ടല്ല, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സമൂഹത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ലക്ഷ്യപ്പെടുത്തുന്നില്ല. അത് വോട്ട് ലക്ഷ്യം വെച്ചോണ്ടല്ല. അവർ സുരേഷ് ഗോപി വോട്ട് ലക്ഷ്യം കൊണ്ടല്ല ചെയ്യുന്നത്. വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് കേരളം മുഴുവൻ നടന്ന് രക്ഷപ്പെടുന്ന നടത്തുന്ന കാര്യമുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ മാത്രം ചെയ്താൽ പോരെ? ഈ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അവിടുത്തെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകളുണ്ടല്ലോ, തട്ടിപ്പിനിരയായിട്ടുള്ള സഹകാരികൾ, ഇവരെ നിലവിൽ സുരേഷ് ഗോപിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ പരസ്യമായി? അല്ല, ഈ കരുവന്നൂര് തട്ടിപ്പ് കേസിലെ ഒരു പ്രതിയുടെ ഒരു ബന്ധുവാണല്ലോ ഈ സുനിൽകുമാർ തന്നെ. അതുകൊണ്ടാണ് സുനിൽകുമാർ ആ വിഷയത്തിൽ ഇടപെടാത്തത്? അല്ല, അതുകൊണ്ടാണ് സുനിൽകുമാർ ഇടപെടാത്തത്. കാരണം അയാൾക്ക് രാഷ്ട്രീയം നോക്കിയേ പറ്റൂ. കരുവന്നൂരിലെ ഈ പ്രതികളുമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ബന്ധമുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ള കാര്യമില്ല. പകൽ പോലെ വിളിച്ചുള്ളതല്ലേ ബന്ധമുള്ളത്? അത് നിങ്ങൾ പത്രക്കാരനെ പറഞ്ഞിട്ടില്ലല്ലേ, ബാക്കി ജനങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്തവണ സുരേഷ് ഗോപിക്ക് തന്നെയാണ് സാധ്യത. കേന്ദ്രത്തിൽ BJP എത്ര സീറ്റ് ഇവിടെയാ? കേന്ദ്രത്തിൽ 400 ചില്ലറ, 450 മേലെ വരും. അത് മോദി ഗ്യാരണ്ടി അല്ലേ?
570 പോരെ 450 മേലെ കിട്ടും. അതെ അതെ മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ 70 കൊല്ലം വരെ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം ആരറിഞ്ഞിരുന്നു? ഇവിടുത്തെ വികസനങ്ങളെ കുറിച്ച് ആർക്കും അറിയണ്ടായിരുന്നു? ആർക്കെങ്കിലും പോകുന്നതാണോ? വികസനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ വികസിച്ചത് മോദിയുടെ ഒറ്റ കാര്യനോട് തന്നെ. അത് തന്നെയാണ് പറഞ്ഞത്. മോദി ഇനിയും മുകളിലേക്ക് പോകുന്നു. വിജയം എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ഇനി കൂടുതൽ സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ ഉറപ്പുള്ളൂ. കേരളത്തിൽ BJP എത്ര സീറ്റ് പിടിക്കുന്നു? 5 സീറ്റ് പിടിക്കുന്നതാണ് നമ്മുടെ ധാരണ. ഒരു 4 സീറ്റ് അതിൽ പിടിക്കും. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് തൃശ്ശൂര്, ഒരു ആലപ്പുഴ. ഏകദേശം നമ്മൾ ജയിക്കണം. എന്താ പിടിക്കും? 2 ലക്ഷം വോട്ട് പോലും ഇല്ലല്ലോ. ചേച്ചി നമസ്കാരം, പേരെന്തായിരുന്നു? രജിത. ഇവിടെ വന്നത് സുരേഷ് ഗോപിയെ കാണാൻ. അതെ. എന്താണ് സുരേഷ് ഗോപിയെ പറ്റിയ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നല്ല മനുഷ്യനാണ് അയാള്. ആൾക്കാർക്ക് കുറെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ ആളുകൾക്ക് സഹായം ചെയ്തതിന്റെ പേരിൽ മാത്രം വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? അതില്ല. ആള് ഒരു നല്ല വ്യക്തിയാണ്. പിന്നെ BJP സ്ഥാനാർത്ഥി കാരണം ജയിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. BJP സ്ഥാനാർത്ഥി ഇന്നേവരെ ജയിച്ചിട്ടില്ലല്ലോ ഇവിടെ. ജയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. തൃശ്ശൂര്. അത് നിൽക്കട്ടെ. ഇപ്പൊ ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളുണ്ടല്ലോ, കരുത്തന്മാരാണല്ലോ, കെ മുരളീധരനും VS സുനിൽകുമാറും. അവരെ മറികടക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കും? പറ്റുമെന്ന് വിചാരിക്കണു. അതിനുള്ള ശ്രമത്തിലാണ്. BJPയുടെ ലോക്കൽ പ്രവർത്തനം, ബൂത്ത് തല പ്രവർത്തനങ്ങളുടെ സംതൃപ്തി ഉണ്ടോ? ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ അതെ സജീവമാണ്. ഗൃഹസമ്പർക്കം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സംഘപ്രവർത്തനം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ശാഖാ പ്രവർത്തനം ഉണ്ട്. അവര് ഇതുപോലെ ഗൃഹസമ്പർക്കം നടത്തി സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ എല്ലാവരും വർക്ക് ചെയ്യണ്ടല്ലോ. അതെ. ഇപ്പോ TN പ്രതാപന്റെ പ്രവർത്തനങ്ങൾ മോശമായതിന്റെ പേരിലാണോ കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റിയത്? അതാണ്. അത് കാരണമാണല്ലോ മാറ്റിണ്ടാവുക. പക്ഷെ ചേച്ചിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ മോശമല്ലാന്നാണോ? മോശമാണ്. നേരത്തെ പറഞ്ഞ മോശമല്ലാന്ന് പറഞ്ഞാൽ അല്ല, മുഴുവനായിട്ട് മോശമല്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചോളൂ. സുരേഷ് ഗോപിക്ക് ഇവിടെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ കുറച്ച് ആൾക്കാർ മാറിയുണ്ട്. മറ്റവരുടെ പ്രവർത്തനം നല്ലതല്ലാത്തതുകൊണ്ട്. VS സുനിൽകുമാറിന്റെ അഭിപ്രായം ഉണ്ടല്ലോ ജനങ്ങളുടെ ഇടയിൽ. ആളൊരു കൃഷിമന്ത്രിയായിരുന്നല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം? VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്നു. അപ്പൊ ആള് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ആള് പറയുന്നത്. അത് എനിക്കറിയില്ല. എന്റെ അറിവില്ല. നിങ്ങളുടെ അറിവിൽ ആരാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഈ 3 സ്ഥാനാർത്ഥികളെ ഏറ്റവും ബെറ്റർ ആയിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തത്? സുരേഷ് ഗോപിനെ. ഏതെങ്കിലും ഒരു പ്രവർത്തനം പറയാൻ പറ്റുമോ? സുരേഷ് ഗോപി ചെയ്തത് ഏതെങ്കിലും ഒന്ന് അറിവുള്ളത്? ഇവിടെ ചെയ്തതാ? ഈ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ആള് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം അങ്ങനെ ചോദിച്ചാല് അറിയാൻ പറ്റില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുണ്ടല്ലോ, ആ കേസിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് LDF ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഉറപ്പാണ്.